ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കുന്നത് ഉണക്കമുളക് പൊടിച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അത് നമ്മളെ ഫ്രൈകൾക്കും അതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രുചിയും കിട്ടും, മണം കിട്ടും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ ആദ്യം ചൂടായതിനു ശേഷം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണക്കമുളക് നല്ല കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം വേണം പൊടിക്കാൻ. അല്ലെങ്കിൽ കഴുകി ഉണക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളവരാണെങ്കിൽ നല്ല തുണി വെച്ചിട്ട് തുടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കഴുകി നല്ല വെള്ളം വാർന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം വറുത്താൽ മതി. അല്ലെങ്കിൽ പൊടിച്ച് വെച്ചാൽ അത് നാശമാവും കേട്ടോ. ഇപ്പോൾ ഞാനൊരു 2 പിടി എടുത്തിട്ട് 10-40 ഉണക്കമുളക് ഉണ്ടാകും. ചെറുതാണ്. ഫ്ലെയിമൊക്കെ നല്ല ലോയിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അത് കരിഞ്ഞു പോകരുത്, അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് മാറിപ്പോകും കേട്ടോ. അതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂണ് പച്ചമല്ലിയാണ് ഇട്ട് കൊടുത്തത്. അതിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചൂടാക്കുമ്പോഴൊക്കെ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കരുതേ, അത് കരിഞ്ഞ അതിൻ്റെ പൊടികളുടെ ടേസ്റ്റ് ഒന്നാകെ മാറും. ആ മല്ലി ഒന്ന് ചൂടായതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തത് കേട്ടോ. ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം അതും ഇതുപോലെ കൊടുക്കുക. ഉലുവ കൂടി പോകണ്ട കേട്ടോ, കൈക്കുള്ളൂ കൂടുതലായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില കഴുകി നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കട്ടെ. വെള്ളം ഇതിലാവാൻ പാടില്ലേ. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നല്ലത് തന്നെയാണ് നമ്മുടെ ഹെൽത്തിന്. നമ്മൾ കൊളസ്ട്രോൾ കുറയാനും നമ്മളെ ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ കറിവേപ്പില. അപ്പോൾ നമ്മൾ കറിയിലുകളോ അല്ലെങ്കിൽ തോരനോ എന്തെങ്കിലും ഇട്ടാലും നമ്മളടുത്ത് കളയുള്ളൂ, കഴിക്കില്ല. ഇങ്ങനെ പൊടിയാക്കിയിട്ടാകുമ്പോൾ നമ്മളെ ഫുഡിൽ കൂടെ അത് ചെല്ലി നമുക്ക് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ കറിവേപ്പില കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുള്ളൂ. അതുപോലെ തന്നെ ഈ പൊടി പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ, ബീഫ് ഫ്രൈ, ചിക്കൻ മസാല പറ്റുമ്പോഴും, അതുപോലെ തന്നെ മീനിലാണെങ്കിൽ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല പറ്റുമ്പോൾ നമുക്കത് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് നല്ല മണമാണ് കേട്ടോ അതുണ്ടാവുക. ഈ പൊടി പൊടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മണം ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ മുളക് വറക്കുന്ന സമയത്ത് നമ്മളൊരു മാസ്കോ അല്ലെങ്കിൽ ഒരു ടവൽ വെച്ചിട്ട് നമ്മൾ കെട്ടിയിട്ട് ചെയ്യുമ്പോൾ അത്ര നല്ലതാണ് കേട്ടോ. അതിങ്ങനെ ഇതാകുമ്പോൾ ഒരു ചുമക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എന്താ മുളകൊക്കെ ഫ്രൈ ചെയ്ത് അതുപോലെ പിടിച്ച് നോക്കുമ്പോൾ പൊട്ടുന്ന രീതിയിലാവുന്ന വരെ നമ്മൾ ഇളക്കണം കേട്ടോ. എന്നിട്ട് കറിവേപ്പിലാണെങ്കിലും നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇലക്കെ പൊടിയുന്ന രീതിയിലായിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ കറക്റ്റ് സ്റ്റേജ് കേട്ടോ. ഇത്ര ആവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അല്ലെങ്കിൽ കറക്റ്റ് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ആ പൊടികളൊന്നും അധികം നമ്മൾ എടുത്ത് വെച്ചാൽ നാശമാവും. നല്ല ഫ്രൈ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ പൊടിക്കുക കേട്ടോ. അപ്പോൾ കുറേ കാലം നമുക്ക് ഇതുപോലെ പൊടിയാക്കിയിട്ട് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫ്രൈ ആയതിനു ശേഷം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിനു ശേഷം മാത്രം നമ്മൾ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നല്ല ചൂടിൽ പൊടിക്കരുത്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളെല്ലാം ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡർ പോലെ തരില്ലാതെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് പൊടിച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ നല്ല ഒന്ന് ഇളം ചൂടാറണം. അപ്പോൾ അത് പൊടിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച് കൊണ്ടുവരട്ടോ. ഇപ്പോൾ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ നല്ല തരി ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണേ. ഈ പൊടിച്ച് വരുമ്പോൾ തന്നെ നല്ല മണം കിട്ടി നമുക്ക്. നല്ല മണമാണ് പറഞ്ഞാൽ നല്ല മണമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം, അപ്പോൾ അറിയാം. ടേസ്റ്റ് നല്ല തന്നെയാണ്. കറിയിൽ വേണമെങ്കിൽ ഫ്രൈയിലും ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ എല്ലാ മസാലയുടെ കൂടെ റോസ്റ്റ് ആക്കുമ്പോഴൊക്കെ നമുക്കത് കൂട്ടാൻ പറ്റും കേട്ടോ. 1 സ്പൂണോ 1.5 സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതപ്പോൾ ഒന്ന് ഈ ഇങ്ങനത്തെ പ്ലേറ്റിൽ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല തണുത്തതിന് ശേഷം മാത്രം ഇത് ഇളം ചൂടുണ്ടാവില്ല. ആ ചൂടാറിയതിന് ശേഷം നല്ല ഡ്രൈ ആയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ബോട്ടിലേക്ക് നമുക്ക് ആക്കിയിട്ട് എടുത്ത് വെക്കാം. കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. കറികൾക്ക് നല്ല മണവും ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.